പ്രിയരെ നമസ്കാരം. നമ്മൾ ഈ കുട്ടിയെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ. കാരണം ഇവൻ്റെ പേര് മുത്തു എന്ന് സ്നേഹപൂർവ്വം അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ വിളിക്കുന്നതായിരിക്കാം. അപ്പം മുത്തുവിൻ്റെ പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ കാണുന്നുണ്ട്. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? 6ാം ക്ലാസ്സിലാണ് പഠിക്കണേ. പക്ഷേ അവൻ സൈഡായിട്ട് ചെയ്യുന്നൊരു ജോലിയാണിത്. പോത്തിനെ വിൽക്കണം. ഇവനൊരു ബെല്ലാരി രാജയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നോക്കിക്കേ, മുത്തുവാണ് കച്ചവടത്തിന് വില പറയുന്നതൊക്കെ. പോത്തിനെ വിൽക്കുന്ന മാർക്കറ്റാണിത്. ഇത് മലപ്പുറം സൈഡിലുള്ളതാണ്. അപ്പോഴിവനെ വെറുതെ നിൽക്കില്ല. ഞായറാഴ്ച ദിവസങ്ങളും ശനിയാഴ്ചയൊക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവൻ ഈ ചന്തയിലുണ്ടാകും. പോത്തിൻ്റെ വിലപേശി എടുക്കാൻ വരുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ ബെല്ലാരി രാജയായി നിൽക്കുന്ന മുത്തുവാണ്, 6ാം ക്ലാസ്സുകാരനാണ് വില പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ശരിക്കും അതൊരു എന്താ പറയുക, പ്രചോദനാത്മകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തോന്നി. കാരണം 6ാം ക്ലാസ്സിലെ ഒരു പയ്യൻ കളിച്ച് നടക്കേണ്ട പ്രായം, ചിരികളികളുമായിട്ട് കുട്ടികളോടൊപ്പം പാടത്തും പറമ്പിലുമൊക്കെ ഓടി നടക്കേണ്ട പ്രായത്തിലാണ് മുതിർന്ന കാരണവരെ പോലെ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് വില പറയുന്നതൊക്കെ. അപ്പോൾ അവൻ നടത്തുന്ന ആ ഡീലിങ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ. കാരണം ഇന്നത്തെ സമയത്ത് വിദ്യാഭ്യാസവും കഴിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവൻ അതിന് വ്യത്യസ്തമാണ്. നോക്കിക്കേ, വില പറയുക. മറ്റേ രണ്ടെണ്ണം 1.25 ചോദ്യം നമ്മള് ചോദിച്ചുള്ളൂ. ഓലെ കണ്ട വില ഓൽക്ക് പറയാ. വെറുതെ മൊബൈൽ ഫോണും വെച്ച് യുവത്വത്തിലുള്ള ആൺകുട്ടികൾ എവിടെയെങ്കിലൊക്കെ കുത്തിയിരുന്ന് ഗെയിം പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിനോദോപാധികളുമായിട്ട് ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവൻ ഈ ചെറുപ്രായത്തിൽ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാതൃകയാവും. നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണ്. 94 67 81 മുതിർന്ന കാരണവരുടെ ആ ഒരു ഗാംഭീര്യത്തോടു കൂടിയ ഓരോ പോത്തിനും വില പറയുന്നത്. എന്തായാലും മുത്തു നല്ല കുട്ടി, പഠിക്കാൻ മറക്കരുത്, നന്നായിട്ട് പഠിക്കണം. ഒപ്പം നിന്റെ ബിസിനസ്സും ഈ ഒരു സൈഡ് ബിസിനസ് ആയിട്ടുള്ള ജോലിയൊക്കെ നീ കൊണ്ടുപോകണം. നിനക്കെല്ലാ മംഗളകരമായ ഒരു ശോഭനമായ ഭാവി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഏതോ ഒരു ബിസിനസ്സാണ് നിന്റെ മുന്നിൽ. പോത്ത് ബിസിനസ്സിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. ആര് വന്നാലും ആ പോത്തിനെ ചെന്ന് തൊട്ടിട്ട് അതിന് വില പറയാൻ നല്ല സാമർത്ഥ്യത്തോടു കൂടി വില പറയുന്ന കുട്ടി. നീയാണ് അസൽ ബെല്ലാരി രാജ. നാളെ നിന്നെ നമ്മുടെ ശ്രീ മമ്മൂട്ടി നിന്നെ തേടി വരും, അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ. അത് കാത്തിരിക്കുക. നല്ലൊരു ഭാവി മുത്തുവിനെ കാത്തിരിക്കുന്നുണ്ട്. വളരെ കൂളായിട്ടാണ് അവൻ നടത്തുന്ന ഡീലിങ്സ് ഒക്കെ. നമ്മള് 1 ലക്ഷം കിട്ടി ഇതുണ്ടാവും, 3 ഉണ്ടാവും. 3ന്റെ ലൊക്കെയുള്ള നല്ലൊരു മുറ കണ്ടില്ലേ, നല്ല തടിയുള്ള നല്ലൊരു കുട്ടി കണ്ടില്ലേ. ആ 2 ഈ 2 ഇതാണ് പോത്തുകുട്ടി. അതിനെ കണ്ടില്ലേ, കണ്ടല്ലോ. അപ്പം മുത്തുവിനെ മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചയാണ്. മലപ്പുറം മഞ്ചേരിയാണ് എന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മുത്തു പഠിക്കാൻ മറക്കല്ലേ, 6ാം ക്ലാസ്സാണ്. അപ്പോൾ കൊച്ചുകുട്ടിയായി നിന്നുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തൊഴിലിടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവൻ പോകുന്ന കാഴ്ച, അത് മറ്റുള്ളവരെ വളരെയധികം സന്തോഷിപ്പിക്കുകയും മനസ്സിന് ആഹ്ലാദം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ മുത്തു എന്ന ബെല്ലാരി രാജ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.